ആദ്യമൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും, കാരണം എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ. പിന്നെ ആളില്ലാത്ത സമയത്ത് നമ്മൾ മെല്ലെ ഒന്ന് ഊതി വെക്കും. നമ്മൾ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആരും കാണാതെ നമ്മൾ 1-2 പുകയെടുക്കും. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ 1-2 സ്ഥിരമായിട്ട് ഇങ്ങനെ എടുക്കും. പിന്നെ അതിന് ശേഷം ആ 1 എന്നുള്ളൊരു ഹാഫ് സിഗരറ്റിനെ കംപ്ലീറ്റ് വലിക്കും നമ്മൾ. അതിന് ശേഷം പിന്നെ ആ ഹാഫ് എന്നുള്ളത് 1 മാറും. പിന്നെ വല്ലപ്പോഴും ഇതൊരു ശീലമായിട്ട് മാറും. പിന്നെ ഇങ്ങനെ ചുമയോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തേക്ക് നമ്മൾ റിയലൈസ് ചെയ്യാം, അതായത് നമ്മൾ ഇപ്പോൾ നിസാരപ്പെടുത്ത് തുടങ്ങിയ ഒരു ദുശീലം എന്നുള്ള രൂപത്തിലായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ അത് തുടങ്ങിയിട്ട് കുറേ കാലം ആലോചിച്ച് നോക്കി, എന്നാ തുടങ്ങിയത്, എങ്ങനെ തുടങ്ങിയെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല തുടങ്ങിയ ആൾക്കാർക്ക്. പിന്നെ മെല്ലെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയിൻ സ്മോക്കറായിട്ട് മാറും. ഇത് പല ആളുകളും പറയും, ഞാൻ ചെയിൻ സ്മോക്കറൊന്നുമല്ല, ഞാൻ എപ്പോഴെങ്കിലും കൊള്ളുന്നുള്ളത്. ഡെയിലി എന്തായാലും 1-2 സിഗരറ്റ് വലിച്ചിട്ടുണ്ടാവും. തുടങ്ങിയ ആളുകൾക്ക് നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് തുടങ്ങാത്ത ആളുകൾ ഭയങ്കര വലിയ ലക്കിയായിട്ടുള്ള ആളുകളാണ്. കാരണം എന്താ പറയുക, ഭയങ്കര ഇപ്പോൾ നമ്മൾ ഏറ്റവും സിഗരറ്റാണ് ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ കറക്റ്റ് അതിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള വശങ്ങൾ നമ്മൾക്ക് എന്തെങ്കിലും അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട ആളുകൾക്കോ വല്ല ക്യാൻസറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വല്ല അൾസറോ കാര്യങ്ങളൊക്കെ വരുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ്, അതിൻ്റെ ഒരു ഡേഞ്ചർ വശം മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ അനുഭവിക്കാത്തൊക്കെ നമുക്ക് കഥകളാണല്ലോ. അപ്പോൾ തുടങ്ങാത്ത ആളുകൾ ഒരിക്കലും തുടങ്ങാതിരിക്കുക. തുടങ്ങിയ ആളുകളുടെ തന്നെ നിർത്താൻ ശ്രമിക്കുക. എത്ര കാലം നമുക്ക് നിർത്താനുള്ള ത്വര നമ്മളെ മൈൻഡിലുണ്ടോ അത്ര കാലം, അതായത് നമുക്ക് നിർത്താൻ കഴിയാത്ത പ്രശ്നമൊന്നുമല്ല. പിന്നെ വേണ്ടാന്ന് വെക്കുകയാണ്. കാരണം കഴിയൂല എന്നുള്ളൊരു മൈൻഡ് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ അത് കഴിയൂല. പക്ഷെ ഇതിനെ കൊണ്ട് നിർത്താൻ കഴിയും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മൈൻഡിൽ ഇത് നിർത്താനുള്ളൊരു ട്രൈ നടത്തുമെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയും. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് സിഗരറ്റൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും ബെറ്ററാണ്, ഹെൽത്തി ആയിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുമോ, നമ്മളൊരു 100 ദിവസം ജീവിക്കാൻ ഓൾറെഡി പഠിച്ചോ നമുക്ക് ഒരിത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മൾ 80 ദിവസം കൊണ്ട് നമ്മൾ മരിക്കും. മരണമോ കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ ഉള്ള സമയത്ത് ശ്വാസം മുട്ടലോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമല്ലോ. സോ ഡോണ്ട് സ്മോക്ക്.